ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ട്രാൻസ്ഫോർമേഷൻ വിത്ത് ബ്രാൻഡ് സ്വാമി എന്ന പ്രിൻ്റ് ഡിജിറ്റൽ മാഗസിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്രിൻ്റ് ഫയൽ പോയി കഴിഞ്ഞു. സോ ട്രാൻസ്ഫോർമേഷൻ വിത്ത് ബ്രാൻഡ് സ്വാമി എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ലൈഫ് സ്റ്റോറീസാണ്. ഞാൻ നേരിട്ട് പോയി കേട്ട ബിസിനസ് ആളുകളുടെ കഥകൾ അതിനെ ഒരു ലെസൺസായി ബാക്കിയുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു രീതി. അത് ഞങ്ങൾ ലൈഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സെഷൻ്റെ അടിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊന്ന് അക്കാദമിക്സ് ആയിട്ടുള്ള കണ്ടൻ്റാണ്. ഒരു ബിസിനസ്സുകാരനോ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആരും അറിഞ്ഞിരിക്കേണ്ടുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഏറ്റവും ലളിതമായ വിവരണമാണ് രണ്ടാമത്തെ അക്കാദമിക് സെഷനിൽ ഉണ്ടാവുക. TWV എല്ലാ മാസവും 10-ാം തീയതി ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക. ഇതിൽ വന്നിട്ടുള്ള കഥകൾ, ഇതിൽ വന്നിട്ടുള്ള സ്റ്റോറികളുടെ ഒരു ചെറിയ തരത്തിലുള്ള വീഡിയോ ഫോമും അതാത് മാസങ്ങളിൽ പുറത്തിറക്കും. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുള്ളത്, ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിയ കഥകൾ മാത്രമേ ഞങ്ങൾ എഴുതൂ. മറ്റൊരാൾ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ എഴുതില്ല. പോയി കണ്ട് അറിഞ്ഞ് കേട്ട് വിശ്വസിച്ചത് മാത്രമേ ട്രാൻസ്ഫോർമേഷൻ വിത്ത് മാൻസ്വാമി എന്ന മാഗസിനിലുണ്ടായിരിക്കുകയുള്ളൂ. 60 പേജാണ് ഈ മാഗസിനിലുള്ളത്. മോട്ടിവേഷൻ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ അടുത്ത കാലത്ത് വായിക്കാനിടയായ 3 പുസ്തകങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഒരു ചിന്തയെക്കുറിച്ചാണ്. വളരെ കുറച്ചു മാത്രം ടു ഡു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്കുകൾ വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അക്കാലത്താണ് ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ് വളരെ മടിയോടിയെങ്കിലും വായിച്ചു നോക്കാൻ തീരുമാനിച്ചത്. ജീവിതത്തിൽ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അറ്റോമിക് ഹാബിറ്റിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ പിന്നീട് പലപ്പോഴും എനിക്ക് ഇത്തരം പുസ്തകങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഒരഭിപ്രായ വ്യത്യാസം കുറച്ചെങ്കിലും മാറുകയും ആ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ബുക്ക് സ്റ്റാളുകളിൽ പോകുമ്പോൾ എന്നെ ക്യൂരിയസ് ആക്കുന്ന ചില പുസ്തകങ്ങൾ ഞാൻ വാങ്ങാൻ തുടങ്ങുകയും ചെയ്തു. അത്തരത്തിൽ പല എക്സാമ്പിൾസ് ഉണ്ട്. അങ്ങനെ ഈ അടുത്ത കാലത്ത് വാങ്ങിയ 3 പുസ്തകങ്ങൾ കഴിഞ്ഞൊരു 4 ദിവസത്തിനുള്ളിൽ വായിക്കാൻ ഇടവന്നപ്പോൾ തോന്നിയ ഒരു ചിന്തയാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. ഈ 3 പുസ്തകങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന് ദ ബിഗ് തിങ്കിങ് എന്ന് പറയുന്ന ദ മാജിക് ഓഫ് ബിഗ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. രണ്ടാമത്തത് ഒരുപക്ഷെ അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ബിൽഡപ്പിന് കാരണമായിട്ടുള്ള പുസ്തകങ്ങളിലൊന്നായിട്ടുള്ള മിറക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന പുസ്തകമാണ്. മൂന്നാമത്തത് ദ 10X റൂൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ 3 പുസ്തകവും ഒരുപക്ഷെ വളരെ ബെസ്റ്റ് സെല്ലർ കാറ്റഗറിയിൽ വന്നിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വായനക്കാരുടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റി